JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അക്കൗണ്ടന്റ് ഇൻ കേര ഫെഡ് കാറ്റഗറി നമ്പർ 009/2024 010/2024 അതിന്റെ പരീക്ഷാ തീയതി PSC പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സിലബസും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോക്കാം ആദ്യം. അതിനുശേഷം നമുക്ക് എത്ര പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്, അതിന്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക്, സ്കെയിൽ ഓഫ് പേ, കൺഫർമേഷൻ ഡേറ്റ്, അതുപോലെ തന്നെ റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ കോൺടാക്ട് ചെയ്താൽ ഞാൻ റാങ്ക് ഫയൽ നിങ്ങൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഏറ്റവും പുതിയ സിലബസും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ തന്നെ പ്രീവിയസ് ചോദ്യങ്ങളെ ഉത്തരങ്ങൾ, ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളെ ഉത്തരങ്ങൾ, എക്സ്പെക്ടഡ് ചോദ്യങ്ങളെ ഉത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. എക്സാം ക്രാക്കർ ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ ഞാൻ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ആദ്യ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോക്കാം. സിലബസ് പാർട്ട് 1 കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ആദ്യത്തെ പാർട്ട് വരുന്നത്. അതിന് 40 മാർക്കാണ് മൊത്തത്തിലുള്ളത്. അടുത്തത് പാർട്ട് 2 ബാങ്കിങ് ആണ്. ബാങ്കിങ്ങിന് 40 മാർക്കാണ് ബാങ്കിങ്ങിന് വരുന്നത്. അടുത്തത് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആൻഡ് ഇൻഫോർമാറ്റിക്സ്, അതിന് 20 മാർക്കാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ്. കോപ്പറേഷൻ 40, ബാങ്കിങ് 40, കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആൻഡ് ഇൻഫോർമാറ്റിക്സ് അതിന് 20 മാർക്ക്. അടുത്തത് ഇതിന്റെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, പരീക്ഷാ തീയതി 22/2/2025 സാറ്റർഡേ ആണ്. അഡ്മിഷൻ ടിക്കറ്റ് എന്നാണ് ലഭിക്കാൻ തുടങ്ങുന്നത്. 7/2/2025 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് സൈറ്റിൽ ലഭ്യമാണ്. അതുകൂടാതെ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ ഡേറ്റ് 23/11/2024 മുതൽ 12/12/2024 വരെയാണ്. ഡിസംബർ 12-ാം തീയതി വരെ കൺഫർമേഷൻ കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ കൺഫർമേഷൻ കൊടുക്കുക. പരീക്ഷ ഇംഗ്ലീഷിലാണ്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് 67,013 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ളവർ 12-ാം തീയതി വരെ സമയമുണ്ട്. 12-ാം തീയതി വരെ 12-ാം തീയതിക്ക് മുമ്പായിട്ട് എല്ലാവരും കൺഫർമേഷൻ കൊടുക്കുക. അടുത്തത് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ 25,200 54,000 ആണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് നിലവിൽ 3 വേക്കൻസിയാണ് കാണിക്കുന്നത്. പഴയ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള 65.67 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ റാങ്ക് കരസ്ഥമാക്കാവുന്ന രീതിയിൽ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഓരോ സിലബസും അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ തന്നെ പ്രീവിയസ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എക്സ്പെക്ടഡ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇതിന്റെ ക്ലാസ്സുകളെല്ലാം തന്നെ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.